പണ്ഡിതന്മാരെ, സംഘടനയുടെ സുന്നി യുവജന സംഘത്തിൻ്റെയും സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെയും സംസ്ഥാന ജില്ലാ സാരഥികളെ, ഇവിടെ തടിച്ചുകൂടിയ സംഘടനാ പ്രവർത്തകരെ, ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന സഹൃദയരെ, രാഷ്ട്രീയ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ലോകത്ത് ഏറ്റവും ക്രൂരമായ, ഏറ്റവും ഹീനമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത് ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലറിൽ നിന്ന് ലോകത്തെ വ്യത്യസ്ത സംഘടനകൾ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ ക്രൂരമായ കൊലപാതകങ്ങളും ആക്രമണങ്ങളും ആസൂത്രണം ചെയ്യുകയും അതിന്റെയെല്ലാം പിറകിൽ തന്റെ ശത്രുക്കളാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ശേഷം അവരെ ക്രൂരമായി ജയിലിലടച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് ചുട്ടുകൊല്ലുകയും ചെയ്ത ഒരു പാരമ്പര്യം ഹിറ്റ്ലർ ലോകത്തിന് സമ്മാനിച്ചതാണ്. ഈ ഐഡിയോളജിയുടെ പ്രയോക്താക്കളെയാണ് നാം ഫാഷിസം എന്ന് വിളിക്കാറുള്ളത്. ഹിറ്റ്ലറുടെ കൈകളിലുള്ള ഏറ്റവും ക്രൂരമായ ആയുധങ്ങൾ അത് ജയിലറകളായിരുന്നില്ല, ബോംബുകളായിരുന്നില്ല, അതിനേക്കാൾ മൂർച്ചയുള്ള നുണബോംബുകളായിരുന്നു. നുണപ്രചാരണ സേനയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ഗീബൽസ് എന്ന് പറയുന്ന മന്ത്രിയായിരുന്നു. ഏറ്റവും ശക്തമായ പ്രഹരം ഗീബൽസിലൂടെയാണ് ഹിറ്റ്ലർ നടപ്പിലാക്കിയിരുന്നത്. ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നതും ഗീബൽസിയൻ തന്ത്രങ്ങളായിരുന്നു. ഈ തന്ത്രങ്ങളെയാണ് ലോകത്തെ എല്ലാ ജുഗുപ്സാവഹമായ സംഘടനകളും എല്ലാ ഹീനമായ തന്ത്രങ്ങളിലേക്കും രൂപപ്പെടുത്തിയെടുത്തത്. ഇസ്ലാം തന്ത്രങ്ങൾ ഇസ്ലാമിൽ ധാരാളമുണ്ട്. ഇസ്ലാമിൽ കുതന്ത്രങ്ങളില്ല. ഹിറ്റ്ലർ പഠിക്കേണ്ട ഒരു അവസ്ഥയും ലോകത്തെ ഒരു ഇസ്ലാമിക സംഘടനകൾക്കും ഉണ്ടായിട്ടില്ല. എന്നാൽ പുതിയ കാലത്ത് ഹിറ്റ്ലറെ പകർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ സംഘങ്ങൾ ഉരുവം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ചത് നീതിയാണ്, ധർമ്മമാണ്. ഇസ്ലാമിന്റെ മുഖമുദ്ര നൈതികതയാണ്. ശത്രുവിനോട് പോലും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് വിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. നിത്യേന വഴിയിൽ വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും വൃത്തികേടുകൾ വിതറിയിരുന്ന ജൂത സ്ത്രീയെ നിങ്ങൾക്കും ഓർമ്മയുണ്ടായിരിക്കും. വഴിയിൽ തടസ്സം സൃഷ്ടിച്ചിരുന്ന ജൂത സ്ത്രീയോട് മുത്തുനബി പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നിശ്ചയമുണ്ട്. ദിവസേന മുത്തുനബി അധിക്ഷേപിച്ചിരുന്ന ജൂത സ്ത്രീക്ക് പോലും നബിതങ്ങൾ തിരിച്ചു നൽകിയത് പുഷ്പമായിരുന്നു. അതിക്രമം ഇസ്ലാമിന്റെ രീതിയല്ല. നിങ്ങൾക്ക് ചരിത്രത്തെ വായിച്ചെടുക്കാൻ പറ്റുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, മുത്തുനബി തങ്ങളെ നീതിയുടെ പര്യായമായിട്ട് മാത്രമാണ്. ലോകത്തെ ഇന്നും ഇസ്ലാമിനെ വായിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതും ഇസ്ലാം സമം നീതി എന്ന പേരിലാണ്. നിങ്ങൾക്ക് മക്കയിലേക്ക്
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വന്ന ചരിത്ര സന്ദർഭം ഓർമ്മയുണ്ടായിരിക്കും. മദീനയിലേക്ക് പലായനം ചെയ്തത് ക്രൂരമായ ഭക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ്. സ്വന്തം അനുയായികളെ അതിക്രൂരമായി മക്കയുടെ പ്രാന്തങ്ങളിലിട്ട് മുത്തുനബി കാൺകെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. നാടും വീടും വിട്ടവർക്ക് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഒടുവിൽ സർവശക്തിയും സംഭരിച്ച് അവർ മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അന്ന് മക്കയിലൂടെ ഇസ്ലാമിന്റെ വെന്നിക്കൊടി പറത്തിക്കൊണ്ട് കടന്നു വന്ന ഇസ്ലാമിക സൈന്യത്തിന്റെ മുന്നിൽ മുസ്ലിം മതവിശ്വാസികളെ ക്രൂരമായി ഭക്ഷിച്ചവരുണ്ടായിരുന്നു. പാപഭാരം കൊണ്ട് അവരുടെ ആരുടെയും തല ശിരസിൽ നിന്ന് ഉയർന്നിരുന്നില്ല. അവരെല്ലാവരും നനച്ചത് ഇനി ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങൾക്കൊരു ശിരസ്സുണ്ടാവില്ല എന്ന് തന്നെയായിരുന്നു. അവരുടെ എല്ലാവരുടെയും മനസ്സിൽ പൂർവകാലത്ത് ചെയ്തുപോയ ക്രൂരതകൾ ഓരോന്നും അവരുടെ മനസ്സിലേക്ക് തികട്ടി വന്നിരുന്നു. അതിൽ ഹംസത്തെന്ന മുത്തുനബിയുടെ പ്രിയ ഭാജനം, അദ്ദേഹത്തെ ഉഹദിന്റെ രണഭൂമിയിലിട്ട് ക്രൂരമായി കൊന്നവരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തലയോട്ടി തല്ലിപ്പിളർത്തി അതിൽ മദ്യമൊഴിച്ച് നൃത്തം ചവിട്ടിയവരുണ്ടായിരുന്നു. ബിലാൽ ഇബ്നു റബാഹിനെ വിവസ്ത്രനാക്കി മരുഭൂമിയിലൂടെ കാൽച്ചങ്ങലയിട്ട് വലിച്ചിഴച്ചവരുണ്ടായിരുന്നു. ബീവി സുമയ്യത്തിന്റെ നഗ്നനാഭിയിലേക്ക് ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് തണ്ട് പച്ചമാംസം തുളച്ചു കയറുമ്പോഴും ആർത്തു കറഞ്ഞിരുന്ന ആ ശബ്ദം അന്നും മക്കയുടെ പ്രാന്തങ്ങളിൽ മുഴങ്ങിക്കേട്ടിരുന്നു. മുത്തുനബിയുടെ സ്മൃതിപഥത്തിലേക്ക് ഈ ചിത്രങ്ങൾ മുഴുവനും കയറി വന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴും അള്ളാഹുവിന്റെ റസൂൽ ആ ക്രൂരർക്ക് നേരെ കൊടുത്ത മറുപടി നിങ്ങൾക്ക് മാപ്പ് എന്നായിരുന്നു. നിങ്ങൾക്ക് മാത്രമല്ല മാപ്പ്, നിങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന നിങ്ങളുടെ ഒന്നാമനായ നേതാവ് അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടിയവർക്കും മാപ്പ് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പ്രതികരിച്ചത്. ലോകം ആശ്ചര്യപ്പെട്ട ചരിത്ര സന്ദർഭമാണത്. ഇതാണ് ഇസ്ലാം. എന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിലെ ചില മതസംഘടനകളുടെ കൈകളിൽ മുസ്ലിം രക്തക്കറ പുരണ്ടിരിക്കുന്നു? എന്തുകൊണ്ട് കേരളത്തിലെ സ്വന്തം സമുദായത്തിലെ സഹോദരന്റെ ഗളച്ഛേദം നടത്താൻ വേണ്ടി ഈ വിഭാഗം ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നു? ഇതൊരു പ്രഭാതത്തിൽ സംഭവിച്ചു പോയതല്ല. ഇതിന്റെ പിറകിൽ വളരെ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ഇതിന്റെ പിറകിൽ വളരെ കൃത്യമായ ആസൂത്രണമുണ്ട്. നിങ്ങൾക്ക് അമേരിക്ക എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്വ ശക്തിയെ അറിയാം. വിയറ്റ്നാമിൽ അമേരിക്ക ആയുധം വർഷിക്കുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യമായി വർഷിച്ചത് നുണബോംബുകളായിരുന്നു. അതിനുവേണ്ടി അവർ കണ്ടെത്തിയിരുന്ന ഒരു സ്പെഷ്യൽ കമ്മീഷൻ ഉണ്ടായിരുന്നു. ക്രീക്ക് കമ്മീഷൻ എന്നാണ് അതിന്റെ പേര്. അവരുടെ ധർമ്മം എന്ന് പറയുന്നത് ആക്രമിക്കപ്പെടാൻ പോകുന്ന രാജ്യത്തെ ജനങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും ക്രൂരരായി ചിത്രീകരിക്കലായിരുന്നു. അങ്ങനെയാണ് അമേരിക്ക വിയറ്റ്നാമിൽ ബോംബ് വർഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അമേരിക്ക ഇറാഖിലും ബോംബ് വർഷിക്കുന്നത്. അമേരിക്ക ഇറാഖിൽ ബോംബ് വർഷിക്കുന്നതിന്റെയും മുമ്പ് ഏറ്റവും കൃത്യമായി നടന്ന ഒരു മീഡിയ വാറിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. നുണപ്രചാരണം. അന്ന് അവർ പറഞ്ഞത് എന്താണെന്നും നിങ്ങളുടെ സ്മൃതിപഥത്തിലുണ്ട്. സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന സ്വേച്ഛാധിപതി, ക്രൂരൻ, നിഷ്ഠൂരൻ, അദ്ദേഹം ഇറാഖിലെ ആശുപത്രികളിലെ ചെറിയ പിഞ്ചുവൈദ്യങ്ങളെ, ആയിരക്കണക്കിന് വരുന്ന പിഞ്ചു കിടാങ്ങളെ ഇക്യുബിലേറ്ററിലിട്ട് ചുട്ടുകൊന്നു എന്നാണ് പ്രചരിപ്പിച്ചത്. അങ്ങനെ സദ്ദാം ഹുസൈന്റെ തലയ്ക്ക് മുകളിൽ വലിയ 2 കൊമ്പ് പ്രതിഷ്ഠിച്ചു അമേരിക്ക. വീണ്ടും അദ്ദേഹത്തിന് 2 തേറ്റപ്പല്ലുകൂടി സമ്മാനിച്ചു അമേരിക്ക. എന്നിട്ട് ലോകം മുഴുവനും ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ അധികാരിയെ ഏറ്റവും ക്രൂരനായി കണ്ടു. എന്നിട്ടാണ് ഇറാഖിലെ ജനങ്ങളെയും ഇറാഖ് എന്ന് പറയുന്ന
മഹത്തായ സംസ്കാരം കളിയാടിയിരുന്ന ഒരു മഹാരാജ്യത്തെയും വളരെ ക്രൂരമായി ഛിന്ന ഭിന്നമാക്കി തകർത്ത് തരിപ്പണമാക്കിയത്. ഇറാഖിൽ അമേരിക്ക സ്ഥാപിച്ച ജനാധിപത്യം എന്ത് എന്ന ചർച്ച ഇവിടെ ഉദിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തെ എല്ലാ സ്വേച്ഛാധിപതികളും, എല്ലാ ദുഷ്ടശക്തികളും, എല്ലാ സാമ്രാജ്യത്വ ശക്തികളും ഹിറ്റ്ലറിൽ നിന്ന് തന്നെയാണ് പാഠം പഠിച്ചത്. ഹിറ്റ്ലറാണ് ഈ പാഠം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. ആരെയും കൊല്ലുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് അവർ ക്രൂരരാണെന്ന് വിളിച്ചു പറയുകയാണ്. ആടിനെ പേപ്പട്ടിയാക്കിയാൽ തല്ലിക്കൊല്ലാൻ എളുപ്പമാണ്. ആ സൂത്രമാണ് ഇവിടെ പ്രയോഗിച്ചത്. ഹിറ്റ്ലറിൽ നിന്ന് കൃത്യമായി പഠിച്ച് പ്രയോഗിക്കുന്ന ഇന്ത്യൻ ഫാഷിസത്തെ കുറിച്ചും നിങ്ങൾക്കറിയാം. ഗുജറാത്തിലെ സാബർമതി എക്സ്പ്രസിന്റെ ബോഗികൾ അഗ്നിക്കിരയാക്കപ്പെട്ടതിന്റെ പിറകിലും ഒരു ഗീബൽസിയൻ തന്ത്രമുണ്ടെന്നും ഒരു ഹിറ്റ്ലേറിയൻ സൂത്രമുണ്ടെന്നും റാം പുനിയാനി അടിവരയിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അനന്തരഫലം എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഗുജറാത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും ഉന്മൂലനാശം വരുത്താൻ വേണ്ടി അവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഗുജറാത്തിലെ അവിടുത്തെ അധസ്ഥിതരെയും ദളിതരെയും അവരെ ഒന്നടങ്കം സംഘടിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിടാനായി എന്നതാണ് അതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൊലപാതകങ്ങളെ, ഈ ക്രൂരതകളെ, ഈ മസ്ജിദ് തകർക്കലുകളെ, ഈ മദ്രസ ആക്രമണങ്ങളെ, വിശുദ്ധ ഖുർആന്റെ കോപ്പി കത്തിക്കലുകളെ അവിടെ നിന്ന് വേണം നമ്മൾ വായിക്കാൻ. യഥാർത്ഥത്തിൽ ഇപ്പോൾ അകത്തിരിക്കുന്ന പ്രതികൾ അവർ പാവം പയ്യന്മാരാണ്. ഈ ചേളാരി കുഞ്ഞുങ്ങൾക്ക് ലെവലേശം വിവരമില്ല, തലയിൽ ആൾത്താമസമില്ലാത്തവരാണ് അവര്. ആരാണ് ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് മാന്തിച്ചത് എന്നതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് നമ്മൾ ഉറക്കെ ചോദിക്കേണ്ടത്. ആരാണ് ഈ കുട്ടിക്കുരങ്ങന്മാരെ ചുടുചോറ് മാന്തിക്കാൻ ഇറക്കി വിട്ടിരിക്കുന്നത്? അതിലെ പ്രതികളാണ് ഒന്നാം പ്രതികൾ. അവരാണ് മുഖ്യമായ പ്രതികൾ. ആരാണവർ? നമ്മൾ സഗൗരവം ആലോചിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് അതിലെ ഒന്നാമത്തെ പ്രതി ചേളാരി സമസ്തക്കാരായ അവിടുത്തെ പണ്ഡിത കേസരികളാണ് എന്ന് തോന്നുന്നില്ല. അതിന്റെയും പിറകിൽ അവർക്ക് ഈ ബുദ്ധി ഓതിക്കൊടുക്കുന്നവരാര് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് മറ്റാരുമല്ല, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമരക്കാരൻ ആരിഫ് അലി ദേഹമാണ്. ഞാൻ ഒരു പുതിയ അപവാദം ചമയ്ക്കുകയല്ല. നമ്മൾ അതിന്റെ നഗ്ന യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു പോകണം. തിരുകേശം വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഈ തെരുവിൽ നുണപ്രചാരണം അഴിച്ചുവിട്ടത് ചേളാരി കുഞ്ഞുങ്ങളല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം പത്രം മാത്രമാണ്. അവരാണ് ഈ സമൂഹത്തെ ഇറക്കിവിട്ടത്. അതിന്റെ തെളിവുകൾ നമുക്ക് ഓരോ ദിവസവും സ്പഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. പാവം ചേളാരിക്കാർ അവര് കഥയറിയാതെ ആടിക്കൊണ്ടിരിക്കുന്നവരാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ അനന്തരഫലം അവർക്ക് പോലും അറിയില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരത, അതിന്റെ മതം അവർക്കറിയില്ല. അത് വരുത്താനിരിക്കുന്ന രാഷ്ട്രീയമായ ദുരന്തങ്ങളെ കുറിച്ചും അവർക്കറിയില്ല. അവർക്ക് അന്ധമായ വിരോധം മാത്രമേ ഉള്ളൂ. ആ വിരോധം വന്നിരായ നമ്മുടെ ഉസ്താദുമാരോടുള്ളതാണ്, ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനോടുള്ളതാണ്, ഈ സംഘടനയുടെ അമര നേതൃത്വത്തിനോടുള്ളതാണ്. അതൊരു അന്ത്യമായി വികസിച്ചിരിക്കുന്നു. അതിന്റെ പിറകിൽ നിന്നുകൊണ്ട് ശക്തമായ നുണപ്രചാരണങ്ങൾ അവർ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയും ചേളാരിയും തമ്മിലുള്ള ഒരു സന്ധിക്കൽ നടന്നിരിക്കുന്നു. അതിന്റെ ഉദാഹരണമാണ് ആഗോള പണ്ഡിത സഭാംഗം. വെറുതെ രൂപപ്പെട്ടതല്ല ഈ അലൈൻമെന്റ്. അതിന്റെ പിറകിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് മതമില്ല. ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത് രാഷ്ട്രീയം മാത്രമാണ്. അവരുടെ രാഷ്ട്രീയം അതാണ് അവരുടെ മതം, അവരുടെ മതം അതാണ് അവരുടെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് പുതിയ ധാരണകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആലയിൽ നിന്ന്
പുതുതായി രൂപം കൊണ്ട ഒരു പശുവുണ്ട്, വെൽഫെയർ പാർട്ടി. ആ പശുവിനെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആലയത്തിലുള്ള പുല്ലും വൈക്കോലും അവിടെയുള്ള കാലിത്തീറ്റയും പോരാ. അതുകൊണ്ട് അവർ മെലിഞ്ഞ് വയറൊട്ടി പോകും. തടിച്ചു കൊഴുക്കണമെങ്കിൽ അതിനിയും ചേളാരിയിലെ ആലയിൽ നിന്ന് വരുന്ന വൈക്കോലും പുല്ലും വേണ്ടി വരും. അതിനുവേണ്ടിയുള്ള ധാരണയാണിത്. നാളെ മുസ്ലിം ലീഗുമായി EK വിഭാഗം എന്ന് പറയുന്ന ചേളാരി സമസ്ത എവിടെയെങ്കിലും വെച്ചൊരു ധാരണ പിശകുണ്ടായാൽ അവിടെ വെച്ച് രൂപപ്പെടുത്താവുന്ന, അവിടെ വെച്ച് ഐക്യപ്പെടുത്താവുന്ന ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഏറ്റവും ഹീനമായ തന്ത്രങ്ങൾ, അതിനുവേണ്ടി കേരളത്തിലെ പ്രബലമായ 2 മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. നിങ്ങളുടെ മനസ്സിൽ പഴയ ഒരു കഥ ഓർമ്മ വരുന്നുണ്ടാവും, കുട്ടനും മുട്ടനും കഥ. അതിന്റെ നടുവിൽ നാവ് നീട്ടിയിരിക്കുന്ന ഒരു ചെന്നായയുടെ മുഖം കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് നിങ്ങളുടെ മനസ്സിൽ വന്നുപോയെങ്കിൽ ഞാനല്ല അതിന്റെ ഉത്തരവാദി. യാഥാർത്ഥ്യം മാത്രമാണത്. പരസ്പരം തമ്മിലടിപ്പിച്ച് നമുക്കിടയിൽ കുടിപ്പകകൾ ഉണ്ടാക്കി എന്നിട്ട് അതിൽ നിന്ന് രക്തം ഊറ്റി കുടിക്കാൻ ശ്രമിക്കുന്ന ഈ കാപാലികതയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. കേരളത്തിലെ തെരുവിൽ മുഴുവനും ചേളാരി കുഞ്ഞുങ്ങൾ അഴിച്ചുവിട്ട നുണപ്രചാരണങ്ങളെ നിങ്ങൾ ഭാണ്ഡമാക്കുക. എന്നിട്ട് അതിനോടൊപ്പം മാധ്യമം പത്രത്തിൽ വന്ന വാർത്തകളെയും മാധ്യമം പത്രത്തിൽ വന്ന പ്രതികരണങ്ങളെയും നിങ്ങൾ ഒരു ഭാണ്ഡവും കൂടിയാക്കുക. രണ്ടും കൂടി എടുത്തു നിങ്ങളൊന്ന് അതിന്റെ കനം പരിശോധിക്കുക. ഏറ്റവും കൂടുതൽ വാക്കുപയോഗിച്ചത് തിരുകേശത്തിനെതിരെ ഏറ്റവും കൂടുതൽ വാക്കുപയോഗിച്ചത് അത് ചേളാരിക്കാരല്ല, മാധ്യമമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കുടില തന്ത്രമാണത്. തിരുകേശത്തിന്റെ പേരിലല്ല ജമാഅത്തെ ഇസ്ലാമിക്ക് നമ്മളോടുള്ള വിയോജിപ്പ്. നമ്മൾ ആരും അത് വിചാരിക്കുന്നില്ല. വന്നിരായ AP ഉസ്താദ് തിരുകേശം മാറ്റിവെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഒരു കൈയടി തരുമെന്ന് വിശ്വസിക്കുന്ന വിഡ്ഢികളൊന്നുമല്ല നമ്മൾ. അവിടെ നിന്നല്ല ജമാഅത്തെ ഇസ്ലാമിക്ക് നമ്മളോടുള്ള വിരോധം ഉണ്ടായത്. കേരളത്തിൽ അവരുടെ ഏറ്റവും മുഖ്യമായ ശത്രു നമ്മൾ തന്നെയാണ്. ഈ ഒടുവിലും പ്രബോധനത്തിൽ വന്ന ലേഖനം നിങ്ങൾ വായിക്കുക. അതിലും കല്ലുവെച്ച നുണകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നുണപ്രചാരണങ്ങൾ ശക്തിയാർജിക്കുമ്പോ ഇവിടുത്തെ ജനസഞ്ചയത്തിന്റെ മനസ്സിലേക്ക് നമ്മളോടുള്ള വെറുപ്പ് രൂപപ്പെട്ടു വരും. വഴിയിൽ കണ്ടാൽ തല്ലേണ്ടവരാണ്, കിട്ടുന്നിടത്ത് വെച്ച് കൊല്ലേണ്ടവരാണ് ഈ സമൂഹം എന്നവർ വിചാരിച്ചു പോകും. ചേളാരിക്കാർ അവരുടെ മദ്രസകളിൽ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വന്നിരായ ഉസ്താദിനെ വളരെ മോശമായി ചിത്രീകരിക്കുകയാണ്. AP വിഭാഗം എന്ന് പറഞ്ഞാൽ തല്ലിക്കൊല്ലേണ്ടവരാണെന്ന് ചെറിയ കുഞ്ഞുങ്ങൾ പോലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പാഠം പഠിച്ചു വരുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സിൽ വെറുപ്പ് രൂപപ്പെടും. ആ വെറുപ്പാണ് ആക്രമണമായി മാറിയിരിക്കുന്നത്. ആ വെറുപ്പ് അതൊരു സംഘടിത ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു മാസത്തിൽ മാത്രമായി 3 ധീരരായ സംഘടനാ പ്രവർത്തകരെ നമുക്ക് ബലി കൊടുക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഓണപ്പറമ്പിൽ നമ്മുടെ പള്ളിയും മദ്രസയും തകർക്കപ്പെടുന്ന അവസ്ഥയുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കെതിരെ പ്രയോഗിക്കാനുള്ള ബോംബ് നിർമ്മിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് മണ്ണാർക്കാട്ട് 2 പേരെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ഇതിന്റെ പിറകിൽ ജമാഅത്തെ ഇസ്ലാമിക്കും പങ്കുണ്ട്, ചേളാരിക്കാർക്ക് മാത്രമല്ല പങ്ക്. അത് നമ്മൾ തിരിച്ചറിയണം എന്ന് സന്ദർഭോചിതമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തെല്ലാം നുണകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കല്ലുവെച്ച നുണകൾ പ്രചരിപ്പിക്കുന്നതിന് ഒരു ധർമ്മസങ്കടവും ഇവർക്കില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പ്രബോധനത്തിന്റെ അകത്താളുകൾ നിങ്ങൾ പരിശോധിക്കുക. അതിൽ പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് മുതലാളിയാണ് വന്നിരായ ഉസ്താദ് എന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളി, ആത്മീയ ചൂഷകൻ, അത് വന്നിരായ ഉസ്താദാണത്രേ. അതെ, ഞങ്ങൾ ആത്മീയ ചൂഷകരാണ്. ഈ വിശുദ്ധ മുസ്ലിമീങ്ങളുടെ കൈകളിലുള്ള നാണയത്തുട്ടുകൾ ഞങ്ങൾ മതത്തിന്റെ പേരിൽ പിരിച്ചു വാങ്ങുന്നു. അത് മറ്റൊരു ആത്മീയ പ്രവർത്തനത്തിന് വേണ്ടി പ്രയോഗിക്കുന്നു. ആ പണത്തെ
ഏറ്റവും കൃത്യമായി പ്രയോഗിക്കുന്ന പ്രവർത്തനമാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പണം കൊണ്ടാണ് ഞങ്ങൾ മസ്ജിദുകൾ ഉണ്ടാക്കുന്നത്. ഈ പണം കൊണ്ടാണ് ഞങ്ങൾ ശരീഅത്ത് കോളേജുകൾ ഉണ്ടാക്കുന്നത്. ഈ പണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ദഅ്വ കോളേജുകൾ ഉണ്ടാക്കുന്നത്. ഈ പണം കൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ പണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആസാമിലേക്ക് വണ്ടി കയറുന്നത്. അവിടുത്തെ ചേരികളിലെ ദരിദ്രരായ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ശ്രമിക്കുന്നത്, അവരെ മതരംഗത്തേക്ക് പിടിച്ചുയർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ പണം കൊണ്ടാണ് ഞങ്ങൾ കാശ്മീരിലേക്ക് വണ്ടി കയറുന്നത്. ഞങ്ങളുടെ ഉസ്താദ് കാശ്മീരിലെ മതപ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ പണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഗുജറാത്തിലേക്കും പോകുന്നത്. അവിടുത്തെയും ദരിദ്ര മുസ്ലിമീങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. ഈ ആത്മീയ ചൂഷണത്തിലൂടെയാണ്. അത് സമ്മതിച്ചു തരുന്നതിൽ ഞങ്ങൾക്ക് ലവലേശ അഹങ്കാരമില്ല. പക്ഷെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: ഞങ്ങൾ നടത്തുന്നത് ആത്മീയ ചൂഷണമാണ്. കേരള ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത് എന്ത് ചൂഷണമാണ്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. എവിടെ നിന്നാണ് ഇവർ ഈ പണം പിരിക്കുന്നത്? നമ്മൾ റെസിപ്റ്റ് വഴിയാണ് പണം പിരിക്കുന്നത്. നമ്മൾ ഫണ്ട് പ്രഖ്യാപിക്കുന്നു, ആയിരങ്ങൾ നമ്മുടെ പള്ളിക്ക് വേണ്ടി പിരിക്കുന്നു. അവരുടെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ 2.5 ലക്ഷം രൂപ നമ്മൾ മുസല്ലയിടാൻ വേണ്ടി ചോദിച്ചു വാങ്ങുന്നു. ശരി, സമ്മതിച്ചിരിക്കുന്നു. എഴുതി വിട്ടിരിക്കുന്നത് 2.5 ലക്ഷം കൊണ്ട് പള്ളിയിലെ മുസല്ലയിടുന്ന സ്ഥലം അതുപോലും പണം കൊടുത്തവന് തീരെഴുതി കൊടുക്കുമെന്നാണ്. അരിയല്ലൂർ അംശം ദേശത്തെ മലയിൽ ഹംസയുടെ മകൻ മജീദിനെ 4 കുറ്റിയടിച്ചിട്ട് അവിടെയുള്ള മുസല്ലയുടെ സ്ഥാനം തീരെഴുതി കൊടുക്കും എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന അനുയായികൾക്ക് മാത്രമേ സാധിക്കൂ. ഈ രാജ്യത്തെ സാമാന്യ ജനത്തിന് അത് വിശ്വസിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഉണ്ടാക്കിയ പള്ളിയിൽ നിസ്കരിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല. മാർക്കസ് കോംപ്ലക്സിലെ പള്ളിയിലേക്ക് വരിക, മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നെഞ്ചത്ത് ക്രോസ് ബാർ അടിച്ച് നിസ്കരിക്കുന്നവരെ നിങ്ങൾക്ക് കാണാം. ഹിറാ സെന്ററിലെ വിദ്വാൻമാരെയും അവിടെ നിസ്കാരത്തിൽ അണിനിരക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പള്ളി എല്ലാവർക്കും നിസ്കരിക്കാനുള്ളതാണ്. അങ്ങനെ നിർമ്മിക്കുന്ന പള്ളി, അതാണ് ഞങ്ങൾ നടത്തുന്ന സേവന പ്രവർത്തനം. നിങ്ങൾ നടത്തുന്ന സേവന പ്രവർത്തനം, നിങ്ങൾ നടത്തുന്ന മതപ്രവർത്തനം, അതാണ് അറിയേണ്ടത്. കുത്തുബുദ്ദീൻ അൻസാരി എന്ന ഗുജറാത്തിലെ കലാപത്തിന്റെ നേർസാക്ഷ്യം കേരളത്തിൽ വന്നു ഈയിടെ, കോഴിക്കോട്. അതിന്റെ തൊട്ടടുത്ത ദിവസം മാധ്യമം എഴുതി, കുത്തുബുദ്ദീൻ അൻസാരി പറഞ്ഞു അത്രേ, ഗുജറാത്തിലേക്ക് കാന്തപുരം ഉസ്താദ് അവിടുത്തെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട, അവിടുത്തെ അധസ്ഥിതർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട പള്ളിയെ കുറിച്ച്, ആ മദ്രസ സ്കൂളിനെ കുറിച്ച്, ആ സ്കൂളിൽ പഠിക്കാൻ വരുന്നത് ഗുജറാത്തിലെ സമ്പന്നരായ ബോറോകളാണ് എന്നാണ് കുത്തുബുദ്ദീൻ അൻസാരി പറഞ്ഞത് എന്ന് മാധ്യമത്തിൽ കല്ലുവെച്ച നുണ എഴുതി. അൻസാരി കേരളത്തിൽ വന്നു. കോഴിക്കോട്ടെ പത്രക്കാർ ചോദിച്ചു, എന്താണ് വിശേഷം? മാധ്യമത്തിൽ ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ ഒരു വാർത്ത വായിച്ചു, അതിന്റെ സത്യം എന്താണ്? അപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു, ഗുജറാത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഏറ്റവും മഹോന്നതമായ ഒരു സേവന പ്രവർത്തനം വന്ദ്യരായ കാന്തപുരം ഉസ്താദ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അതിൽ സന്തുഷ്ടരാണ്. വലിയൊരു സേവനമാണത് എന്ന് കുത്തുബുദ്ദീൻ അൻസാരി പ്രതികരിക്കുന്നു. അൻസാരിയോട് പത്രക്കാർ പറഞ്ഞു, ഇങ്ങനെ അല്ലല്ലോ മാധ്യമം പറഞ്ഞത് എന്ന്. ആരാണ് മാധ്യമത്തിന്റെ രക്ഷിതാവ്? ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോൾ കുത്തുബുദ്ദീൻ അൻസാരി പ്രതികരിച്ചു. അദ്ദേഹം പ്രതികരിച്ചത്, ഞങ്ങൾ ഗുജറാത്തിലെ കലാപത്തിന് ഇരയാക്കപ്പെട്ടവർക്ക് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നാണയത്തൊട്ട് പോലും കിട്ടിയില്ല എന്നാണ്. എവിടെ നിങ്ങൾ കേരളത്തിന്റെ തെരുവിൽ നിന്ന് പിരിച്ചെടുത്ത 25 കോടി രൂപ? ആ പണം നിങ്ങൾ ആത്മീയ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു, നിങ്ങൾ മതപ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു. അതാണ് നിങ്ങൾ ചെയ്യുന്ന ചൂഷണം. ജനങ്ങളോട് ഗുജറാത്തിലെ വംശഹത്യക്ക് ഇരയാക്കപ്പെട്ട പാവങ്ങളായ കൊച്ചുകുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ബീഭത്സതയെ ഏറ്റവും മനോഹരമായി ചിത്രീകരിച്ചു മാധ്യമത്തിലൂടെ. ഞങ്ങളും അതിൽ സന്തോഷിക്കുന്നു. അങ്ങനെയെങ്കിലും നിങ്ങൾ ഇരകളോട് താതാത്മ്യപ്പെട്ടുവല്ലോ. പക്ഷേ ആ താതാത്മ്യപ്പെടൽ ഇരകളോടായിരുന്നില്ല,
കേരളത്തിലെ സാധാരണക്കാരുടെ നാണയത്തുട്ടുകളോടായിരുന്നു. ആ 25 കോടി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് ധാർമ്മികമായും അവകാശമുണ്ട്. ഈ 25 കോടി മാത്രമല്ല, കേരളത്തിലെ സംഘടനാ പ്രവർത്തനത്തെ എടുത്തു നോക്കുക. ഏറ്റവും ശക്തമായ സംഘടനയാണ് AP വിഭാഗം എന്ന് ആരിഫ് അലി പോലും സമ്മതിക്കുന്നതാണ്. ഞങ്ങളൊരു ഇത്തിരി പോകുന്ന പ്രസ്ഥാനമാണ് എന്ന് അദ്ദേഹം അങ്ങോട്ട് വിനയം കൊണ്ട് സമ്മതിച്ചു കളയും. പക്ഷേ ഒരു കാര്യമുണ്ട്, കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് മുതലാളി വന്ദ്യരായ ഉസ്താദാണെന്നാണ് അദ്ദേഹത്തിന്റെ വിരൽ ചൂണ്ടൽ. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് പോവാം, ഒരന്വേഷണം നടത്താം. വേളത്തുകാരൻ പറഞ്ഞ വലിയ അന്വേഷണമൊന്നും വേണ്ട, ചെറിയ അന്വേഷണം മതി. അതിന് ഷെർലക് ഹോംസിനെ അദ്ദേഹത്തിന്റെ തന്ത്രമൊന്നും വേണ്ട, മൂക്കിന് കുറച്ച് ഘ്രാണശക്തി ഉണ്ടായാൽ മതി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് മാത്രം ജമാഅത്തെ ഇസ്ലാമിക്ക് 6 ലക്ഷൂറിയൻ ഹോട്ടലുണ്ട്. 6 ഞങ്ങൾക്കില്ല. അത് 6 ലക്ഷൂറിയനാണ്. അതിന്റെ മുതലാളി അമീറാണ്. അവിടെ നിന്നിങ്ങോട്ട് നിങ്ങൾ കണക്കെടുക്കുക. എന്നിട്ട് ആരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് നിങ്ങളൊന്ന് അളന്നു തൂക്കി നോക്കുക. ആനുപാതികമായി നോക്കുമ്പോൾ, ആപേക്ഷികമായി നോക്കുമ്പോൾ ആരായിരിക്കും ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളി എന്ന് നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ എളുപ്പമായിരിക്കും. ആത്മീയ ചൂഷണത്തിന്റെ മറ്റൊരു വശം അതുകൂടി നമുക്ക് അന്വേഷിക്കാം. ഇവർക്ക് ഓരോ സമയത്തും യഥേഷ്ടം പണം ചെലവഴിച്ചുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആ പോസ്റ്ററുകളിലൊന്നും പരസ്യമില്ല. അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എവിടുന്ന് ഫണ്ട് വരുന്നു? ഗുജറാത്തിൽ നിന്ന് വന്നതാണോ ആ ഫണ്ട്? അല്ല, മറ്റ് വേറെയും ഫണ്ടുകൾ ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന പള്ളിയുടെ വിലയെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടവരാണ് ആരിഫ് അലി ഇദ്ദേഹം. എത്ര 40 വേണം മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനൽ നിർമ്മിക്കാൻ? അതിന് ചെയ്ത വഴി എന്താണ്? ഈ പണം സമാഹരിച്ചത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് നിശ്ചയമുണ്ട്. ഞങ്ങളുടെ മൗനം അത് ഞങ്ങളുടെ ബലഹീനതയല്ല, ഇത് ഞങ്ങളുടെ തൊഴിലല്ല. നിങ്ങളുടെ കുപ്പത്തൊട്ടിച്ചുകയലല്ല ഞങ്ങളുടെ ജോലി. ആവശ്യം വരുന്ന ഒരു ഘട്ടം ഞങ്ങൾ അതുമായി തെരുവിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. അദ്ദേഹം എങ്ങനെയാണ് ഈ ഫണ്ട് സമാഹരിച്ചത്? ഒമാനിലേക്ക് വണ്ടി കയറി, അവിടുത്തെ മുഫ്തിയുമായി കൂടിയിരുന്ന് സംസാരിച്ചു. എന്നിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു. മുഫ്തിയും ആരിഫ് അലി ദേഹവും കൂടി ഒരുമിച്ചിരിക്കുന്ന പടം പിറ്റേ ദിവസം ഗൾഫ് മാധ്യമത്തിൽ വർണ്ണമനോഹരമായി ചിത്രീകരിച്ചു. ഗൾഫിലെ മുഴുവൻ അറബി പത്രങ്ങളിലും പരസ്യം കൊടുത്തു. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പുതിയ ചാനൽ കേരളത്തിൽ വരാൻ പോകുന്നു, മീഡിയ വൺ. ഗംഭീരമായിരിക്കുന്നു ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം. മീഡിയ വൺ എന്ന് പറയുന്ന ഇസ്ലാമിക ദൗത്യത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ ആരോടും പറയേണ്ടതില്ല. അവിടെ അതിരാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത് ഖുർആൻ പാരായണമാണ്. പിന്നെ നടക്കുന്നത് സുബ്ഹി ബാങ്കാണ്. അത് കഴിഞ്ഞാൽ നടക്കുന്നത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഗൗരവതരമായ ചർച്ചകളാണ്. ഇതാണ് മീഡിയ വൺ എന്ന ഇസ്ലാമിക പ്രബോധന മാധ്യമം. അങ്ങനെയാണെങ്കിൽ ഇത് ഇസ്ലാമിക പ്രബോധന മാധ്യമമാണെങ്കിൽ ഇന്ത്യ വിഷനും കൈരളി ചാനലും ഇസ്ലാമിക പ്രബോധനം തന്നെയാണ് നടത്തുന്നത് എന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. ഇതിനാണ് ഇവർ ഈ പണം ഉപയോഗിച്ചത്. ഏത് പണങ്ങൾ എന്നെനിക്കറിയില്ല, അത് അവരാണ് പറഞ്ഞു തരേണ്ടത്. ഇങ്ങനെയാണ് മതത്തെ കൃത്യമായി ചൂഷണം ചെയ്യുന്നത്. ഇനി മീഡിയ വണിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ പുതിയ മാതൃകകൾ രചിക്കപ്പെടും. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേരളത്തിലെ തരുണീ മണികൾ സംഘടിപ്പിക്കപ്പെട്ട നാടകത്തെക്കുറിച്ച്. അതുപോലെ ഇസ്ലാമിക പ്രബോധനമാണ്. ഇതുവരെ നിങ്ങൾ തെരുവിൽ നിന്നും നാടകം കണ്ടത് അത് സോളിഡാരിറ്റി യുവാക്കളുടേതായിരുന്നു. നാളെ നിങ്ങൾക്ക് GIO തരുണീ മണികളുടെ നാടകം കാണാം. അന്ന് ഇസ്ലാമിക പ്രബോധനം കുറച്ചുകൂടി വേഗതയിൽ കുറെ കൂടി ജനങ്ങളിലേക്ക് സമർത്ഥമായി എത്തിക്കാൻ കഴിയും. അങ്ങനെ ഇവർ പുതിയ നാടകശാല തുറക്കും ഈ പണം കൊണ്ട്. ആ നാടകശാലയിൽ വെച്ച് അവർ ഒഥല്ലോയും മാക്ബത്തും
അതുപോലെ ഹാംലെറ്റും കളിച്ച് പഠിക്കും. എന്നിട്ട് നാടകശാലയിലെ അവരുടെ അഭിനയ മികവിന്റെ വെളിച്ചത്തിൽ അവർ വെള്ളിത്തിരയിലേക്ക് കയറും. എന്നിട്ട് അവിടെ കേമമായി അഭിനയിക്കും. അങ്ങനെ ബോളിവുഡിലേക്ക് പോകും. അവിടെ ഷാറൂഖ് ഖാനും ഋതിക് റോഷനും ഉണ്ടായിരിക്കും. അവരുടെ കൂടെയായിരിക്കും ഇവരുടെ നടൻ. അപ്പോൾ ഐശ്വര്യ റോയും കത്രീന കൈഫും കരീന കപൂറും ഒക്കെ നാണിച്ചു പോകും ഇസ്ലാമിക പ്രബോധനത്തിന്റെ വേഗത കണ്ട്. അങ്ങനെ നമുക്ക് ഡൽഹിയുടെ അധികാര കസേരയിൽ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയം സ്ഥാപിക്കാം. ഇതാണ് പുതിയ ഇസ്ലാമിക പ്രബോധനത്തിന്റെ, മതചൂഷണത്തിന്റെ, ആത്മീയ ചൂഷണത്തിന്റെ ജമാഅത്തെ ഇസ്ലാമി മോഡൽ. ഇതൊന്നും ഞാൻ പറയേണ്ടതല്ല. എന്നേക്കാൾ മനോഹരമായി പറഞ്ഞു തരും പഴയ കിടപ്പുകാരൻ ഒ അബ്ദുള്ള സാഹിബ്. അദ്ദേഹം പറയുന്നുണ്ട്, ആത്മകഥ ഒന്ന് നിവർത്തി വായിച്ചു നോക്കിയാൽ മതി. പ്രബോധനത്തിന് വേണ്ടി ഗൾഫിൽ നിന്നും പിരിച്ചെടുത്ത കാശിനെ കുറിച്ച്. ആ കാശിന്റെ റെസീപ്റ്റും കണക്കും രേഖപ്പെടുത്തപ്പെടാതെ പോയപ്പോ ഗൾഫിലെ പ്രവർത്തകർ വിളിച്ചു ചോദിച്ചു, എവിടെ പണം എന്ന്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എത്രേ, അത് അണ്ടർവെയറിന്റെ കീശയിലിട്ടപ്പോ അലക്കം കൊടുത്തപ്പോ പൊതിർന്നു പോയി. എത്ര പൊതിർന്നു എന്ന് നമുക്കറിയില്ല. ഇങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ധാർമ്മികത. എന്നിട്ടാണ് അവർ സദാചാരത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. ഇന്നും മാധ്യമത്തിന്റെ ധർമ്മം നമുക്കറിയാം, വഴിത്തിരിവാണ്. വാർത്തയെ എങ്ങനെ സമർത്ഥമായി വഴിതിരിച്ചു വിടാം എന്ന മാധ്യമത്തിനോളം അറിയുന്നവരാരുമല്ല. തരുൺ തേജ്പാലിന്റെ അതിക്രമത്തെ ആഘോഷിക്കുകയാണ് മാധ്യമം. ശരിയാണ്, ഒരു മാധ്യമ പ്രവർത്തകന്റെ കയ്യിൽ വന്നുകൂടാൻ പാടില്ലാത്തതാണ്. ഒരുപക്ഷെ ഒരു ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയാണെങ്കിൽ അതിനെ നമുക്ക് നീതീകരിക്കാമായിരുന്നു. അങ്ങനെയാണ് പുതിയ നിയമം. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് മുമ്പ് വാദോരാതെ എഴുതി വിട്ടവരാണ് മാധ്യമം, ദിനപത്രം. സർ, ഒരു സംശയം, മറ്റൊന്നുമല്ല, മങ്കടയിലെ ഒരു ഇമാമിനെ കുറിച്ച് ഇതേപോലെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. മാധ്യമത്തിൽ ഞങ്ങൾ ഒരു അക്ഷരം കണ്ടില്ല ഈ ഒരു സംഭവത്തെ കുറിച്ച്. അതാണ് ഞങ്ങൾക്ക് അറിയാത്തത്. എന്തുപറ്റി? ബഹുമാനപ്പെട്ട എഡിറ്റർ അദ്ദേഹത്തിനോട് ഞങ്ങൾ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ചെറിയൊരു സ്ഖലിതം സംഭവിച്ചു പോയി എന്നാണ്. കേന്ദ്ര ശൂറയിലെ അംഗത്തിന് സംഭവിക്കുന്നത് ഒരു സ്ഖലിതം മാത്രം. തരുൺ തേജ്വാലിന് സംഭവിക്കുമ്പോഴും കുഞ്ഞാലിക്കുട്ടിക്ക് സംഭവിക്കുമ്പോഴും അത് ഭീമമായ ഒരു അബദ്ധം. ഭലേ ബേഷ്. ഇതാണ് പത്രധർമ്മം എന്ന് പറയുന്നത്. മാധ്യമ പത്രത്തിന്റെ ധർമ്മത്തെക്കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ? എത്ര സമർത്ഥമായാണ് നുണകൾ എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പള്ളി വേസ്റ്റ് ആണ്. വേസ്റ്റ് ആവുന്ന പള്ളിയെക്കുറിച്ച് അവർക്ക് ഭയങ്കര ആകുലതയാണ്. ഞാൻ വരുന്നത് മൂന്നിയൂര് പഞ്ചായത്തിൽ നിന്നാണ്. അവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പള്ളിയുണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരേ ഒരു പള്ളി മാത്രമേ ഉള്ളൂ. മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിലെ കുഞ്ഞുകുട്ടി പരാധീനതകളെ മുഴുവനും മാറ്റിത്തെളിച്ച് വെള്ളിയാഴ്ച ജുമഅക്ക് കൊണ്ടുവന്നാലും ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ നിറയൂ. ആ മേലെ ഫ്ലോർ വേസ്റ്റ് ആണ്. ആ പണം കൊണ്ട് പാവങ്ങൾക്ക് കൊടുത്താൽ കഞ്ഞി കുടിച്ചാലും അതിന് രുചിയുണ്ടാവും, വിശപ്പ് മാറും. 40 കോടിയുടെ പള്ളിയിലെ അതിന്റെ പണം മാത്രമല്ല, പാവങ്ങളുടെ വയറ് വിശപ്പാറ്റാൻ ഉപകരിക്കുക. എഴുതി വിടുമ്പോൾ ആലോചിക്കണം. മുഖം കണ്ണാടിയിൽ നോക്കുന്നത് നല്ലതാണ്. പ്രയാസം ഉണ്ടെങ്കിൽ ഒന്ന് ടോർച്ചടിച്ച് നേതാക്കളെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അപ്പോ നമുക്ക് അവരുടെ സദാചാരവും ധാർമ്മികതയും എത്രമാത്രം ഉണ്ട് എന്ന് അറിയാൻ സാധിക്കും. നമ്മുടെ പ്രവർത്തകരെ ക്രൂരമായി കൊല ചെയ്തു മണ്ണാർക്കാട്ട്. അവർ രാത്രിയിൽ സഹപ്രവർത്തകനെ വീട്ടിലാക്കി തിരിച്ചു പോരുകയായിരുന്നു. അബദ്ധം സംഭവിച്ചതല്ല, കരുതിക്കൂട്ടി നടത്തിയ ക്രൂരമായ ഹത്യയാണ്. ആദ്യത്തെ വെട്ടുവന്നത് കാലിനാണ്. കാൽപാദം അറ്റു വീണു. വളരെ സമർത്ഥരായ ക്രിമിനലുകൾ ചെയ്യുന്ന രീതിയിലാണ് കൊലപാതകങ്ങൾ നടന്നത്. തലയോട്ടി വെട്ടിപ്പിളർത്തി മയ്യത്ത് കുളിപ്പിച്ചവർ, അവർക്ക് അവരുടെ മനോവ്യത നമ്മളോട് പറയാനുണ്ട്. 37 വെട്ടുകളാണ്. TP ചന്ദ്രശേഖരന്റെ വധത്തെക്കുറിച്ച് വാചാലമായി സംസാരിച്ചവർ എവിടെ? ആ പത്രധർമ്മം എവിടെ? 37 മുറിവുകളോടുകൂടി ഒരു സുന്നി സഹോദരൻ, അവൻ നിരായുധനായിരുന്നു,
അവൻ ആക്രമിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവനല്ല. അവന്റെ സഹോദരനും സമാനമായ രീതിയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അവരുടെ മൂത്ത ജ്യേഷ്ഠൻ ഇന്നും ആ വേദനയിലാണ്. അടികുടുങ്ങി കരുവാളിച്ച മുഖവുമായി നമ്മുടെ മുമ്പിൽ അദ്ദേഹം ജീവിക്കുന്നു. ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ ആ വാർത്തയെ പോലും മാധ്യമം കൈകാര്യം ചെയ്ത രീതിയെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. എങ്ങനെയാണ് അത്? ലീഗ് CPIM സംഘർഷമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും, അങ്ങനെ ആയാൽ മാത്രം പോരാ, AP സുന്നികളുടെ അതിക്രമം കൂടി അതിന്റെ അകത്തുണ്ടായിരിക്കണം. അതുകൊണ്ട് വാർത്തയ്ക്കുള്ളിലേക്ക് അങ്ങനെയും കൂടി കൊണ്ടുവരാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. ഓണപ്പറമ്പിൽ നമ്മുടെ പള്ളിക്ക് തീയിട്ടു, പള്ളി നശിപ്പിച്ചു, പള്ളി തകർത്തു. ഉസ്താദ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മദ്രസ തകർത്തു, പ്രവർത്തകരുടെ വാഹനങ്ങൾ തകർത്തു. അത് കഴിഞ്ഞു പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. പ്രതിവിഭാഗം ചേളാരിക്കാര് തന്നെ. അവർ ജാമ്യത്തിലിറങ്ങി. തിരിച്ചു വന്നതിന് ശേഷം അവരുടെ തന്നെ മദ്രസ കത്തിച്ചു. ആ മദ്രസ കത്തിച്ചത് കണ്ടത് ഒരു യുവപണ്ഡിതൻ. എത്ര സമർത്ഥമായി ഒരു പണ്ഡിതന്റെ നാവുകൊണ്ട് കളവ് പറയുന്നു. കത്തിച്ചത് മദ്രസ മാത്രമല്ല, അവിടെ പണം ഉണ്ടായിരുന്നു, വിലപിടിപ്പുള്ള രേഖകൾ ഉണ്ടായിരുന്നു, പഴയ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞില്ല, വിശുദ്ധ ഖുർആനും ഉണ്ടായിരുന്നു. ഖുർആൻ കത്തിച്ചു എന്ന് പറഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന പ്രകടനങ്ങളും പ്രതിഷേധ മാർച്ചുകളും അതിനുവേണ്ടി നടന്ന പൊതുയോഗങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിന് കേരളത്തിലെ എല്ലാ മതസംഘടനകളും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഖുർആൻ കത്തിക്കപ്പെടുമ്പോൾ ഖുർആൻ കത്തിച്ചവരായ മുസ്ലിങ്ങളോട്, ഒരു വിഭാഗത്തോട് അവിടുത്തെ ജനങ്ങൾക്ക് എന്തു തരത്തിലുള്ള പ്രതികാരമാണ് ഉണ്ടാവുക? അതായിരുന്നു അവരുടെ ലക്ഷ്യം. വളരെ കൃത്യമായി പ്രചരിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ പോലും അവർ കത്തിച്ചു എന്ന്. എന്നിട്ട് നമ്മുടെ പ്രവർത്തകരെ ചൂണ്ടിക്കാട്ടി. നിങ്ങളുടെ ഓർമ്മയിലേക്ക് വീണ്ടും ഹിറ്റ്ലർ കടന്നു വരുന്നുണ്ടാവും. അന്ന് ഹിറ്റ്ലർ ചെയ്തത് റൈസ്താഗിന് തീയിട്ടു, ജർമ്മനിയിലെ പാർലമെന്റ് മന്ദിരത്തിന്. അദ്ദേഹം നേരത്തെ മാർക്ക് ചെയ്തിരുന്നു ആരായിരിക്കണം തീയിടുന്നത് എന്ന്. അവരെ കൃത്യമായി അടയാളപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. അവരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചു. റൈസ്താഗിന് തീയിട്ടത് രാഷ്ട്രീയ പ്രതിയോഗികളാണെന്നും അവരെ വകവരുത്തേണ്ടതുണ്ടെന്നും ഹിറ്റ്ലർ നേരത്തെ തീരുമാനിച്ചതാണ്. അതേ ഛായയിലാണ് ഓണപ്പറമ്പിലും ആസൂത്രണങ്ങൾ നടന്നത്. മദ്രസ കത്തിച്ചു, വിശുദ്ധ ഖുർആനും കത്തിച്ചു. കത്തിച്ചതാര്? സുന്നി യുവജന സംഘത്തിന്റെയും സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെയും പ്രവർത്തകരാണ്. പോലീസ് അന്വേഷണത്തിന് വേണ്ടി വിളിച്ചുകൊണ്ടുപോയി. കണ്ണൂർ ജില്ലയിലെ നമ്മുടെ സഹപ്രവർത്തകർ പോലീസ് സൂപ്രണ്ടിനെ കണ്ടു. അവര് പറഞ്ഞു, അപരാധം ആര് ചെയ്താലും മാന്യമായി ശിക്ഷിക്കണം. ഞങ്ങൾക്കവരോട് അനുഭാവം പ്രകടിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾക്കൊരു സംശയമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർ ഇത്ര ഹീനമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരല്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരുടെയും അതോടൊപ്പം ശത്രുപക്ഷത്തിന്റെയും ചേളാരി കുഞ്ഞുങ്ങളുടെയും മൊബൈൽ ഫോണിൽ നടന്ന സംസാരങ്ങളെ പരിശോധിക്കണം. എന്നിട്ട് ഞങ്ങൾക്ക് അതൊന്ന് സാക്ഷ്യപ്പെടുത്തി തരണം സർ. ബഹുമാനപ്പെട്ട മാന്യനായ പോലീസ് സൂപ്രണ്ട് അദ്ദേഹം പറഞ്ഞു, ന്യായമായും വൃത്തികേട് ചെയ്തവരെ, ക്രൂരത ചെയ്തവരെ അവരെ ആയിരിക്കും ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്, പിടികൂടുന്നത് എന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു. ശേഷം പുറത്തു വന്നത് മദ്രസ കത്തിച്ചത് ചേളാരിക്കാര് തന്നെ എന്നായിരുന്നു. മാധ്യമത്തിലും ആ വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ അത് പ്രാദേശിക കോളത്തിൽ ഒതുങ്ങിപ്പോയി എന്ന് മാത്രം. അറസ്റ്റ് ചെയ്യപ്പെട്ടത്, കത്തിച്ചത് AP വിഭാഗമാണെന്ന വാർത്ത കേരളത്തിലെ എല്ലാവരും വായിച്ചു. ആ വാർത്ത എല്ലാവരും വായിക്കേണ്ടതാണ്. ഈ വാർത്ത ആരും വായിക്കരുത്. കാരണം അവരുടെ ധാരണകൾ പൊളിഞ്ഞു പോകും. അവരുടെ മുഖ്യശത്രു ചേളാരിക്കാരല്ല, നമ്മളാണ്. അതുകൊണ്ട് കത്തിച്ചത് ഈക്കാരാണെന്നും അറസ്റ്റ് ചെയ്യപ്പെട്ടത് അവരെയാണ് എന്നുമുള്ള വാർത്ത പുറത്തേക്ക് വന്നില്ല.
ഒരു ചോദ്യം. മദ്രസ കത്തിക്കുമ്പോ കത്തിക്കുന്നവരുടെ മനസ്സിൽ ഒരു ആളലുണ്ടായി. അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? അവിടെയുള്ള പഴയ ഒരു മേശയുണ്ടായിരുന്നു. അതെങ്ങാനും കത്തിപ്പോയാൽ സംഭവിച്ചേക്കാവുന്ന സാമ്പത്തിക നഷ്ടമാണ് അവരുടെ ആകുലത. ആ മേശയോളം വിശുദ്ധമായ ഖുർആന് ഇവർക്ക് വില കൽപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ആരാണ് ഇവരെ ഇങ്ങനെ പഠിപ്പിച്ചു വിട്ടത്? ആരാണ് ഇതിന്റെ പിറകിലെ പ്രതികൾ? നന്നായി ആലോചിക്കണം. നേരത്തെ ഇവിടെ തുറാബ് തങ്ങൾ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ബോർഡ് നശിപ്പിച്ച് നടത്തിയ ഒരു പ്രകടനത്തെക്കുറിച്ച്. കേട്ടാൽ അറയ്ക്കുന്ന തെറി. നാലാംകിട തെരുവ് റൗഡികൾ പോലും ഈ വാക്കുപയോഗിക്കില്ല. നമ്മൾ ഈ തെരുവിൽ നിന്ന് കഴിഞ്ഞുപോയ ഒരു രാഷ്ട്രീയ പ്രകടനങ്ങളിൽ നിന്നും ഇമ്മാരി തെറി കേട്ടിട്ടില്ല. വന്നിരായ ഉസ്താദുമാർക്ക് നേരെ പൂരത്തെറിപ്പാട്ട് പാടി പ്രകടനം നടത്തി. ആര്? ഒരു മതസംഘടന. അതിന്റെ പേരെന്താണ്? ഇസ്ലാമിക പ്രവർത്തനം. ആരാണ് അതിന് നേതൃത്വം നൽകുന്നത്? ബഹുമാനപ്പെട്ട പണ്ഡിത കേസരികൾ. എന്താണ് അവർ വിളിക്കാൻ പഠിപ്പിക്കുന്നത്? പച്ചത്തെറി. എവിടുന്നാണവർ ഈ കുട്ടികൾ ഇത് പഠിച്ചത്? ഈ വിജഗീഷുക്കളായ പണ്ഡിത ശ്രേഷ്ഠരിൽ നിന്ന്. അവരെന്താണ് പറഞ്ഞത്? കത്തിച്ചാൽ കത്തുമെന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഗുരു പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതാണെങ്കിൽ ശിഷ്യരെന്ത് പറയും എന്ന് നമുക്ക് സംശയിക്കേണ്ടതില്ല. എനിക്ക് വളരെ വിനീതമായി, വളരെ വിനയത്തോടുകൂടി ഈ മഹാപണ്ഡിതന്മാരോട് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഉണർത്താനുള്ളത്, ഈ പാപങ്ങളിൽ നിങ്ങൾ ധാർമ്മിക പാഠം പഠിപ്പിച്ചു കൊടുക്കണം. അവർ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തിടത്തേക്ക് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അവർ നാളെ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്കെതിരെ മാത്രമായിരിക്കില്ല, നിങ്ങളുടെ ആലയത്തിൽ തന്നെ അത് പ്രയോഗിക്കും. അത് നിങ്ങൾക്ക് നാളെ കാണേണ്ടി വരും. അന്ന് നിങ്ങൾ ഖേദിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ അനുയായി വൃന്ദത്തെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ ഏഴ് ധീരരായ സംഘടനാ പ്രവർത്തകരെയാണ് നമുക്ക് നഷ്ടമായത്. 7 പേരെയാണ് നമുക്ക് രക്തസാക്ഷികളായി ഉയർത്തിക്കാണിക്കാനുള്ളത്. 7 ഷഹീദുമാരാണ് സംഘടനയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചത്. അതിൽ 3 പേര് ഈ അടുത്ത കാലത്ത് മാത്രം സംഭവിച്ചതാണ്. KTC അബ്ദുൽ ഖാദർ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. മദ്രസ അധ്യാപകനാണ് അദ്ദേഹം. കിട്ടുന്ന വേതനം കൊണ്ട് കുടുംബം പോറ്റാൻ പ്രയാസപ്പെടുന്നവൻ. അവര് മദ്രസ വിട്ട് വീട്ടിലേക്ക് പ്രതീക്ഷയോടുകൂടി കടന്നു വന്നതായിരുന്നു. നടു റോട്ടിൽ വെച്ച് 8 ഇഞ്ച് കനമുള്ള കോൺക്രീറ്റ് കമ്പി, മൂർച്ചയില്ലാത്ത കമ്പി, അത് തലയോട്ടിയിലേക്ക് അടിച്ചിറക്കി കരിങ്കല്ലുകൊണ്ട്. തലയോട്ടി പൊട്ടിപ്പിളർന്നു, ചുടുരക്തം അത് തെറിച്ചു വീണു. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങളുടെ തലയിലാണ് ഞങ്ങളുടെ പതാക ഉയർന്നു പറക്കേണ്ടത്. ആ പതാകയുടെ നിറം രക്തം കൊണ്ട് മങ്ങിപ്പോയിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി പ്രതികളെ ചൂണ്ടിക്കാണിച്ചു. മൊഴി നൽകിയിട്ടാണ് മരിച്ചുപോയത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട വന്നിരായ ഉസ്താദ് കുണ്ടൂർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ കുഞ്ഞു, വിശുദ്ധ റമളാൻ മാസത്തിലെ 27-ാം ദിവസം മഗ്‌രിബോടടുത്ത സമയത്ത് കുണ്ടൂരിലെ അങ്ങാടിയിൽ വെച്ച് കുഞ്ഞുവിന്റെ അടിവയറിലേക്ക് കടാര കുത്തിയിറക്കി. ക്രൂരമായി കുണ്ടൂരിന്റെ നടുമുറ്റത്ത് വെച്ച് ഓടി നടന്ന് കളിച്ചു നടന്ന അതേ മണ്ണിൽ രക്തത്തിൽ കുളിച്ച് കുണ്ടൂരിലെ കുഞ്ഞുവും ഷഹീദായി. കുറ്റിമൂച്ചിക്കൽ അബ്ദു അദ്ദേഹത്തെ മുളകുപൊടി വിതറി. പള്ളിയിൽ ഇശാ നിസ്കാരത്തിന് ശേഷം ഹൗദിൻ കരയിലിട്ട് വെട്ടിക്കൊന്നു. എന്നിട്ട് വെട്ടി വീഴ്ത്തിയത് ഹൗദിലേക്കായിരുന്നു. ഒരു മനസ്താപവും ഉണ്ടായില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിക്ക് അദ്ദേഹത്തെ പരസ്യമായി അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്ത് വെച്ച് പട്ടിക കൊണ്ട് പേപ്പട്ടിയെ തല്ലുന്നത് പോലെ അടിച്ചടിച്ചു കൊന്നു. വന്നിരായ അവരുടെ ഭാര്യ ഉണ്ടായിരുന്നു. മഹദി അമർഷം കൊണ്ട് ചരല് വാരിയെറിഞ്ഞു. സ്വന്തം ഭർത്താവിനെ കൺമുന്നിലിട്ട് വെട്ടിക്കൊല്ലുന്നത്, തല്ലിക്കൊല്ലുന്നത് കാണേണ്ടി വന്ന ഹതഭാഗ്യ.
ആരാണ്? അദ്ദേഹം ഒരു വയോധികനാണ്. അദ്ദേഹത്തിന്റെ മകന് നിങ്ങളുമായി ബന്ധമുണ്ട്. അദ്ദേഹം MSF-ന്റെ നേതാവായിരുന്നു. അദ്ദേഹം ചെയ്ത തെറ്റ് ഞങ്ങളോട് അനുഭാവം പ്രകടിപ്പിച്ചു എന്നത് മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ കൊന്നിരിക്കുന്ന രണ്ടുപേര് അവർ ആ നാട്ടിലെ പൗരപ്രമുഖരായിരുന്നു, ജനങ്ങൾക്ക് ആവശ്യമുള്ളവരായിരുന്നു, ജനസേവനത്തിന് മുന്നിട്ടിറങ്ങുന്നവരായിരുന്നു, നാട്ടിലെ പ്രമാണിമാരായിരുന്നു, ധാർമ്മികതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവരായിരുന്നു. പള്ളിയെ അവിഹിതമായ മാർഗങ്ങളിൽ ഉപയോഗിച്ചപ്പോൾ അതിനെതിരെ വഖഫ് ബോർഡിൽ കേസ് കൊടുത്തു. അദ്ദേഹം വഖഫ് ബോർഡിൽ നിന്ന് അനുകൂലമായി വിധി സമ്പാദിച്ചു. അതിന്റെ പ്രതിക്രിയ നിങ്ങളുടെ അധിനിവേശമോഹം, അതീശത്വ മോഹം തകരും എന്ന് തോന്നിയപ്പോൾ അതിക്രൂരമായി അവരെയും നിങ്ങൾ കശാപ്പ് ചെയ്തു. ഇങ്ങനെ 7 പേർ കേരളത്തിലെ ഒരു മതസംഘടനയ്ക്കും ഇങ്ങനെ രക്തസാക്ഷികളെ ചൂണ്ടിക്കാണിക്കാനില്ല. അത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഞങ്ങൾ എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യം ഞങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിവെക്കുന്നു. പകരം ഞങ്ങൾ ചോദിച്ചിട്ടില്ല. പകരം ചോദിക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല. ഞങ്ങളുടെ കൈകൾ അത് പച്ചക്കറിത്തോട്ടത്തിലെ പടവലങ്ങയല്ല. ഇതിലും രക്തം തന്നെയാണ് ഈ സിരകളിലും ഒലിക്കുന്നത്. ഈ മാംസപേശികളും അതും മനുഷ്യനിർമ്മിതം തന്നെയാണ്. ഞങ്ങൾക്കും വിചാരവും വികാരവും ഉണ്ട്. പ്രതികരിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. ആ ഭാഷ ഞങ്ങൾക്കറിയില്ല. അത് ഞങ്ങളെ മുത്തുനബി പഠിപ്പിച്ചതല്ല. ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളെ പഠിപ്പിക്കുന്നതല്ല. ഞങ്ങൾ പഠിച്ചത് ശത്രുവിനോട് പോലും, തെമ്മാടിയോട് പോലും, തെറിവാക്ക് പറയുന്നവരോട് പോലും നന്മ കൊണ്ട് പ്രതിക്രിയ ചെയ്യണമെന്നാണ്. ആ പാഠം പഠിച്ചാണ് ഞങ്ങൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നിർവഹിക്കുന്നത്. ഞങ്ങൾ പോസ്റ്റർ ഒട്ടിക്കുന്നത്, ഞങ്ങൾ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നത്. വന്ദ്യരായ ഞങ്ങളുടെ സയ്യിദുമാർ, ഞങ്ങളുടെ പണ്ഡിത നേതൃത്വം ഞങ്ങളെ പഠിപ്പിച്ചത് ഇതാണ് ഇസ്ലാമിക പ്രബോധനം എന്നാണ്. ഇസ്ലാമിക പ്രബോധനത്തിൽ മായം ചേർക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾക്ക് വലുത് ഇസ്ലാമാണ്, ഞങ്ങളുടെ ജീവനല്ല. നിങ്ങൾക്ക് 7 പേരുടെ ജീവനാണ് എടുക്കാൻ കഴിഞ്ഞത്. വേണമെങ്കിൽ 70 തരാം, 70,000 തരാം. അതിനിവിടെ സന്നദ്ധരായ ചെറുപ്പക്കാരായ ധീരരായ യുവാക്കളുണ്ട്. പക്ഷേ ഞങ്ങളുടെ ജീവൻ സമർപ്പിച്ചാലും ഞങ്ങൾ ഞങ്ങളുടെ ആദർശം വലിച്ചെറിയില്ല. അതിനുവേണ്ടി അവസാനത്തെ ശ്വാസം വരെയും ഞങ്ങൾ പോരാടിയിരിക്കും. ഞങ്ങള് ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങുന്നത്. ഞങ്ങളുടെ ഉമ്മമാരോട് ഈ ശിരസ് ഈ കഴുത്തിന് മുകളിലായി തിരിച്ചു വരും എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പഠിച്ചത് അറേബ്യയിൽ നിന്നാണ്, മക്കയിൽ നിന്നാണ്. ബീവി സുമയ്യയുടെ നഗ്നലാഭിയിലേക്ക് ഇറങ്ങിയ ഇരുമ്പ് ദണ്ഡിനെ കുറിച്ച് ഞങ്ങൾക്കറിയാം. അപ്പോഴും അവർ കടിച്ചു പിടിച്ചു വേദനയെ. എന്നിട്ടവർ ഉരുവിട്ട മന്ത്രം അല്ലാഹു അഹദ് എന്നതാണ്. അതാണ് ഞങ്ങളുടെ ശക്തി, അതാണ് ഞങ്ങളുടെ ജീവശ്വാസം. അതുകൊണ്ട് ഇനിയും ഞങ്ങൾ ക്ഷമിക്കും. അതാണ് ഞങ്ങളുടെ ആയുധം. അതുകൊണ്ടായിരിക്കും ഞങ്ങൾ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വളരും. ഞങ്ങൾ വളർന്നത് എളുപ്പത്തിന്റെ വഴിയിലൂടെയല്ല, വിരിച്ചുവച്ച പരവതാനിയിലൂടെയല്ല. ഞങ്ങളുടെ വന്ദ്യരായ ശൈഖുന കേരളത്തിലെ പടയോട്ടം തുടങ്ങിയത് കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയാണ്. ഒരുപാട് താണ്ടിക്കടന്നിട്ടുണ്ട്. ക്രൂരമായ ഭത്സനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപഹാസ്യങ്ങൾ ഞങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. ഞങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഒറ്റപ്പെടുക എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ശക്തി. ആരാലും പ്രശംസിക്കപ്പെടാൻ വേണ്ടിയല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായാൽ പ്രബോധനത്തിൽ എഴുതിയതുപോലെ ഇനിയും ഞങ്ങളോടുള്ള ശത്രുത നിങ്ങൾ ഉപേക്ഷിക്കും എന്ന് ഞങ്ങൾക്കും അറിയാം. ചെറിയ ഒരു ധാരണ മാത്രം ഉണ്ടായാൽ മതി. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയത് അതിനു വേണ്ടിയല്ല, ആദർശം ഉറക്കെ പറയുന്നതിന് വേണ്ടിയാണ്. അതാരുടെ മുന്നിലും പറയുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തകർക്കാം എന്ന് വിചാരിക്കുന്ന വിഡ്ഢി കുഷ്മാണ്ഡങ്ങളെ, നിങ്ങൾക്കൊരു സ്വർഗമുണ്ട്.
അത് വിഡ്ഢികളുടെ സ്വർഗമായിരിക്കും. അതേസമയം ഞങ്ങളുടെ പണ്ഡിത നേതൃത്വത്തെ, ഞങ്ങളുടെ സംഘടനാ അമര നേതൃത്വത്തെ അവരെ തേജോവധം ചെയ്തുകൊണ്ട് അവരെ സമൂഹമധ്യേ വഷളാക്കാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞങ്ങളുടെ നേതൃത്വം അവർ ജീവിക്കുന്നത് ഈ വേദികളിലല്ല, അവർ ജീവിക്കുന്നത് വലിയ വലിയ ബംഗ്ലാവുകളിലല്ല. അവർ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഒരു രോമം പോലും തൊടാൻ കഴിയാത്തത്രയും സുരക്ഷിതമായി ഞങ്ങളുടെ ഹൃദയത്തിലാണ്. അവരുടെ രോമത്തിനല്ല, അവരുടെ നിഴലിന് ഭംഗം വരുത്താൻ ഇവിടെ ആണായ ഒരുത്തനും പറഞ്ഞിട്ടില്ല. അത് പ്രതിരോധിക്കാൻ സുന്നി യുവജന സംഘം വേണ്ട, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വേണ്ട, ഞങ്ങൾ മതി. കേരളത്തിലെ ചൂണക്കുട്ടികളായ SSF-കാർ ഞങ്ങൾ എന്ത് വില കൊടുത്തും അത് സമർപ്പിക്കും, സംരക്ഷിക്കും. അതായിരിക്കും നിങ്ങൾക്ക് നാളെ ഈ തെരുവിൽ കാണാൻ കഴിയുന്നത്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.